ഹേ ഗൈസ്, അപ്പൊ ഇതെനിക്കൊരു വാശിയായിരുന്നു. ഇതിന്റെ ചെലവെല്ലാം കൂടി ഞാൻ എങ്ങനെ തിന്ന് തീർക്കുമോ എന്തോ. അയ്യോ. അപ്പൊ നമ്മുടെ പ്ലേ ബട്ടൺ വന്നിരിക്കുകയാണ്. ഇതിപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യുന്ന എല്ലാം വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ സർപ്രൈസ് ആയിട്ടായിരിക്കും ഭരത്തിനെ കാണിക്കാൻ പോകുന്നത്. ഭരത്തിന് ഒരു ഐഡിയ ഇല്ല ഇത് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പൊ അതെല്ലാം ഒരു ലോങ് വീഡിയോ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അപ്ലൈ ചെയ്യാൻ വരുന്ന ഓപ്ഷൻ തൊട്ട് ഇത് എടുക്കാൻ പോകുന്നത് തൊട്ട് ഇനി അവനെ സർപ്രൈസ് ചെയ്യുന്ന എല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ എന്തോലും ആ വീഡിയോ പോയി കണ്ടിട്ടോ. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം ഇന്നിപ്പോൾ ഒക്ടോബർ 12 ആയിട്ടുണ്ട്. രാവിലെ ഏകദേശം 7:30-8 മണി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്ലേ ബട്ടൺ അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തായാലും അപ്ലൈ ചെയ്യാൻ പോവാണ്. പക്ഷേ ഈ കാര്യം നമ്മൾ ആരടുത്തും പറയുന്നില്ല. പ്ലേ ബട്ടൺ എല്ലാവരെയും സർപ്രൈസ് ആയിട്ട് കൊണ്ട് കാണിക്കാനാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം നമുക്ക് ഇത് അപ്ലൈ ചെയ്യും. അപ്പം നമ്മുടെ പ്ലേ ബട്ടൺ നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ട്. അതിന് 1-2 ആഴ്ചക്കുള്ളിൽ വരും. എൻ്റെ ഒരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഭരത്തിൻ്റെ സ്റ്റുഡിയോയിൽ എൻ്റെ അക്കൗണ്ട് ലോഗിൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവനത് കാണുമോ, ഈ നോട്ടിഫിക്കേഷൻ കാണുമോ എന്നുള്ള കാര്യത്തിലേ ഡൗട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്തെങ്കിലും വീഡിയോ എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അവൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ ഇതിൻ്റെ വല്ല ചോദ്യം കാണും വന്നു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ അവൻ അറിഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ അവൻ അറിയാതെ മാക്സിമം നമുക്കിത് ഒരു സർപ്രൈസ് ആയിട്ട് നമുക്ക് കൊണ്ടു കൊടുക്കാൻ നോക്കാം. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാൻ പോയി. അപ്പം ഭരത് ഇതുവരെ അത് അറിഞ്ഞിട്ടില്ല. അതായത് അവൻ്റെ ചാനലിൽ അവൻ്റെ ചാനൽ എടുത്ത് നോക്കിയാലൊന്നും അവൻ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു പ്ലേ ബട്ടൺ ഓപ്ഷൻ വന്നത്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഈ ഒരു ഇതിനകത്ത് തൊട്ട് ഒരാളെയും കൂടെ എൻ്റെ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യുക. കാര്യം എനിക്ക് ഒരാളുടെ സപ്പോർട്ടും കൂടെ വേണം. അതുകൊണ്ട് ഞാൻ വാസ്കോയും കൂടെ ഇവൻ്റെ അടുത്ത് പറഞ്ഞു, വാസ്കോയുടെ അടുത്ത്. വാസ്കോ ഇനി നമ്മുടെ കൂടെ കാണും. ഭരത്തണ്ണയും കൂടെ ഒന്ന് ഞെട്ടിക്കല്ലയോ. സാധാരണ പ്ലേ ബട്ടൺ വരുമ്പോൾ നമ്മൾ പോയി എടുത്തുകൊണ്ട് വരാറ് പതിവ്. അതിനകത്തൊരു ഒന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ വെച്ച് ഒരു സർപ്രൈസ് പോലെ നമുക്ക് ചെയ്യാം. അവൻ സർപ്രൈസ് ആവത്തൊന്നും ഇല്ലായിരിക്കും, പക്ഷെ എന്നാലും പെട്ടെന്ന് ആകസ്മികമായിട്ട് ഇതിപ്പം അനന്തുകൊണ്ട് കാര്യം എല്ലാം ഭരത്തണ്ണ അറിയാം, ഭരത്തന്റെ കാര്യം എല്ലാം അനന്തുകൊണ്ട് അറിയാം. ഇത് അറിയാതൊരു ഞെട്ടിക്കും. അതെ, അല്ല എന്റെ ചാനൽ അവന്റെ ആയിട്ട് കണക്റ്റഡാ. അപ്പൊ ഇത് കാണുമോന്നുള്ള പേടി എനിക്കുണ്ടായിരുന്നു ഇന്ന് രാവിലെ. അപ്പൊ ഇതുവരെ അവൻ കണ്ടിട്ടില്ല, അവന്റെ അടുത്ത് അതിനെ കുറിച്ച് ചോദിച്ചിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഇനി നമ്മളത് എപ്പോഴാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3 പേരും കൂടെ പോയി എടുക്കുന്ന. അപ്പൊ അവന്റെ ഒരു റിയാക്ഷൻ ഒക്കെ നമുക്ക് സർപ്രൈസ് ആയിട്ട് എടുക്കാം. വേറെ എന്തെങ്കിലും പറഞ്ഞ് വിളിച്ചോണ്ട് ഞാൻ ഓർത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 3-4 കേസ് മേടിക്കും. 5000 രൂപയ്ക്ക് ഐഫോണിന്റെ പുതിയ കേസ് മേടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പോവാം. അപ്പൊ ഇവ എന്നെ കളിയാക്കി കൊണ്ട് 5000 രൂപ വാങ്ങിക്കുന്നുള്ള രീതിക്കായിരിക്കും അവൻ വരുന്നത്. അപ്പൊ നമ്മൾ ഇത് എടുക്കുമ്പോ അവനെ ചിലപ്പോ എന്തെങ്കിലും അവന്റെ ഒരു റിയാക്ഷനും കാണത്തില്ല, എനിക്കറിയാം. നമുക്ക് നോക്കാം എന്തായാലും. അപ്പം പ്ലാൻ ഈ സോണാണ്. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ അപ്ഡേഷൻ എല്ലാം നമ്മൾ ഇതിനകത്ത് എടുക്കുന്നതായിരിക്കും, നിങ്ങളുടെ അടുത്ത് അറിയിക്കുന്നതായിരിക്കും. ഓക്കെ. ഹലോ. അപ്പം നമുക്കൊരു അപ്ഡേഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലേ ബട്ടൺ ഇന്ത്യയിലോട്ട് പുറപ്പെട്ട് കഴിഞ്ഞു. ഇനി ഏകദേശം 1-2 ആഴ്ചക്കുള്ളിൽ സാധനം വരും. അപ്പോൾ ഭരത് 2 ദിവസം കൊണ്ട് ചോദിക്കുന്നുണ്ട് പ്ലേ ബട്ടണിന്റെ എന്തായി, അത് വന്നോ, അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇല്ലെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ഒരു പ്ലാൻ വെച്ചിട്ട് ഇത് 2 ആഴ്ചക്കുള്ളിൽ 1-2 ആഴ്ചക്കുള്ളിൽ വരും. അവർ പറഞ്ഞേക്കുന്ന ടൈം 27-ാം തീയതി 27-ാം തീയതിക്ക് ഉള്ളിൽ വരും എസ്റ്റിമേറ്റഡ് ടൈം. അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച അല്ലെ അതിന്റെ അടുത്ത ആഴ്ച ഈ സാധനം കിട്ടും. ഇന്ന് ഏതാ ഡേറ്റ്? 18. ഇന്ന് 18 ഒക്ടോബർ ആയിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴാണ് നമുക്ക് ആ KYC അപ്ഡേറ്റ് ഉള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഇവനും കൂടെ പോയി പ്ലേ ബട്ടൺ എടുത്തുകൊണ്ട് വരാന്ന് ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത്. പ്ലേ ബട്ടൺ എടുത്തുകൊണ്ട് വന്നിട്ട് വീട്ടിൽ വല്ലതും കൊണ്ടിട്ട് അങ്ങനെ കൊടുത്താലേ അത് സർപ്രൈസ് ആവത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വിളിച്ചോണ്ട് എടുക്കാനായിട്ട് പോകുമ്പോ തന്നെ ചിലപ്പോൾ അവൻ ഗസ് ചെയ്യും ഈ സാധനമാണെന്ന്. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കാതെ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ ഇത് ബാഗിലോട്ട് ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് എടുത്ത് കാണിച്ചാൽ അവൻ അപ്പോഴും സർപ്രൈസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. സർപ്രൈസ് ആവുമെന്ന് വെച്ചാൽ അവന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് അവനെ ചിന്തിക്കാൻ പറ്റില്ല അവൻ എന്ത് എക്സ്പ്രഷൻ ഇടുമെന്നുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ അപ്ഡേഷൻ ഇതാണ്. എന്തുവാ KYC അപ്ഡേറ്റ്. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇറങ്ങാൻ നേരത്തെ എനിക്ക് മെസ്സേജ് വന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ പോകാൻ. ഇനി വീഡിയോ എടുത്തിട്ട് ഞാൻ വീട്ടിൽ പോയി KYC അപ്ഡേറ്റ് നമ്മുടെ ഡോക്യുമെന്റ്സ് കൊടുക്കണം. ആധാർ, പാൻ കാർഡ് ഒക്കെ കൊടുക്കണം. ഈ മാസം 27-ാം തീയതിക്കുള്ളിൽ സാധനം വരും. 10 ദിവസം പോലും ഇല്ലല്ലോ, 9 ദിവസം. ഇനി ഒരാഴ്ചക്കകത്ത് സാധനം വരും. 10 ദിവസം. അയ്യോ, 9 ദിവസം. അതെ, നമുക്കപ്പം നോക്കാം. ഓക്കെ. ദ പ്ലാൻ ഈസ് ഓൺ ഗൈസ്. അപ്പം ഞാനിവിടെ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ തൊട്ട് കണ്ണപ്പൻ എൻ്റെ അടുത്ത് ഇങ്ങനെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുക പ്ലേ ബട്ടൺ എവിടെയാണ്. അങ്ങനെ ഞാൻ ആ സത്യം കണ്ണപ്പൻ്റെ അടുത്തും പറഞ്ഞു. സത്യം എൻ്റെ അടുത്തും പറഞ്ഞു. അതെ, കണ്ണപ്പനും ഇപ്പൊ അറിയാം നമ്മുടെ പ്ലേ ബട്ടൺ വന്നോണ്ടിരിക്കുക. കൊല്ലത്തെത്തി. നമുക്കപ്പം ഇനി പറ്റിക്കാൻ കൊല്ലത്തെത്തി എത്തിയില്ല, അത് അയച്ചിട്ടേ ഉള്ളു. അപ്പൊ നമ്മളിനി ജഗലണ്ണനെയും ഭരത്തിനെയും ആയിരിക്കും നമ്മൾ സർപ്രൈസ് ചെയ്യാൻ പോകുന്നത്. ജഗലണ്ണ ഇവിടെ താഴെ ഇരിപ്പുണ്ട്. ഞങ്ങൾ വീഡിയോ എടുത്തോണ്ടിരിക്കുക. ഈ ആഴ്ച അടുത്ത ആഴ്ച 27-ാം തീയതി എന്തോ ഒരു ഡേറ്റ് പറഞ്ഞേക്കുന്നത് കിട്ടും. അപ്പൊ അതിനുള്ളിൽ നമുക്കത് കിട്ടും. അടുത്ത സൺഡേ അല്ലെ അടുത്ത മൺഡേ
ഈ സത്യം ഇപ്പൊ ഞങ്ങൾ 3 പേരും അറിഞ്ഞിരിക്കുന്നു. അതെ, ഞങ്ങൾ 3 പേര് അറിഞ്ഞിരിക്കുന്നു. ഈ സത്യം ഞാൻ ആറ്റും പറഞ്ഞു. അംശുവിനെ അംശുവിനെ സർപ്രൈസ് ചെയ്യാം. അതെ, അതെ. നമുക്ക് നോക്കാം. ഓക്കെ. ഹലോ, അപ്പൊ ഇന്നത്തെ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ എന്ത് അപ്ഡേറ്റ്? നമ്മൾ ഇന്നലെ KYC അപ്ഡേറ്റ് ചെയ്തു. ഇന്നലെ സത്യത്തിൽ 17 ഇവൻ ഡേറ്റ് പറഞ്ഞപ്പോൾ 18 പോയി. ഇന്നാണ് 18. അപ്പം നമ്മൾ ഇന്നലെ KYC അപ്ഡേറ്റ് ചെയ്തു. പിന്നെ ഞാൻ ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, എനിക്കെങ്കിൽ പനിയായിപ്പോയി. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ഇന്നലെ നിന്ന് അതേ സ്ഥലത്താണ് ഇപ്പം നിൽക്കുന്നത്. KYC അപ്ഡേറ്റ് ചെയ്തു, KYC ഒക്കെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഒന്നും ഇല്ലല്ലോ, അടുത്ത് സാധനം പോയി മേടിക്കാന്നുള്ളത്. ഇനി സാധനം പോയി മേടിക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പം 27 അവർ ഡേറ്റ് കാണിക്കുന്നത്. ഞാൻ ഇത് കണ്ണപ്പൻ്റെ അടുത്തും കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പറഞ്ഞോ? കണ്ണപ്പ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവൻ ചോദിക്കുമ്പം ഭരത്തിന് ഡൗട്ട് അടിക്കും. ഇവ ഭരത്ത് മറന്നിരിക്കുമായിരിക്കും. അപ്പോഴായിരിക്കും വന്നിട്ട് അണ്ണ പ്ലേ ബട്ടൺ വരുന്നില്ലേ, അപ്പൊ അവൻ വീണ്ടും ഓർക്കും. അതുകൊണ്ട് ഞാൻ കണ്ണപ്പന്റെ അടുത്ത് കൂടെ പറഞ്ഞു. അവൻ പറഞ്ഞ നമുക്ക് ഭരത്തണ്ണനെ ജഗൽനൊക്കെ സർപ്രൈസ് ചെയ്യാൻ. അപ്പൊ കണ്ണപ്പനും നമ്മുടെ ടീമിലുണ്ട്. നമുക്ക് സാധനം എടുക്കാൻ പോകുമ്പോ കണ്ണപ്പനെ കൂടെ വിളിക്കാം. എന്നിട്ട് നേരെ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ നമ്മൾ അൺബോക്സ് ചെയ്യാം. അന്ന് തന്നെ വേണമെങ്കിൽ വൈകിട്ട് തന്നെ കൊണ്ടുപോയി എന്തായാലും നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം. എന്നിട്ട് ഞാൻ പ്ലാൻ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നിട്ട് നമ്മൾ അത് എന്തോ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ ഓക്കെ ഗൈസ്, നമ്മുടെ പ്ലേ ബട്ടൺ അങ്ങനെ വന്നിരിക്കുകയാണ്. ഞങ്ങൾ നാളെ പോയി എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നാളെ നമുക്ക് ഷൂട്ടൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ പാടായിരിക്കും. നമ്മളിപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. അന്നേരം പേര് മഴ. ഞങ്ങളങ്ങനെ മഴയത്ത് ഇങ്ങനെ പെട്ടിരിക്കുകയാണ്. നാളെ പോയി എടുത്താൽ മതി. ഇന്നിപ്പം 5:30 ആയിട്ടുണ്ട്. 6 മണിക്ക് ഈ സാധനം അടയ്ക്കും. അപ്പൊ 6 മണിക്ക് മുമ്പ് ചെല്ലണം. അതാണ് ഇവിടെ ആണെങ്കിൽ ഒടുക്കത്തെ മഴയും. ഞാനും മാസ്റ്ററും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ സാധനം എടുത്ത് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് നാളെ ഭരത്തിനെ സർപ്രൈസ് ചെയ്യാന്നുള്ള പരിപാടിയാണ്. അല്ലേ, ഇത് ലൈറ്റ് ഒന്നും കാണുന്നില്ല. നമുക്ക് എന്തായാലും കടയിലോട്ട് ചെന്നിട്ട് അവിടെ ഇത് വാങ്ങിക്കുന്ന വീഡിയോ പറ്റുമെങ്കിൽ എടുക്കാം. ഓക്കെ ഓക്കെ. മഴ ഉറക്കുവാണ്. നമ്മള് മഴയൊക്കെ ഒന്ന് നനഞ്ഞിട്ടാണെങ്കിൽ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ പോയി സാധനം എടുക്കാൻ പോകും. ഓക്കെ, ഓക്കെ അല്ലേ ഗൈസ്? അപ്പം നമ്മുടെ സാധനം നമ്മുടെ ഇതിലുണ്ട്. നമ്മളിത് നാളെ ഭരത്തിനെ കാണിക്കുന്നതാണ്. ഇന്ന് നമ്മൾ വീട്ടിൽ കൊണ്ട് വെക്കും. വീട്ടുകാരെ കാണിക്കും. അത് നമ്മൾ വീഡിയോ എടുക്കുന്നില്ല. കാര്യം വീട്ടുകാർക്ക് വീഡിയോ വരാൻ താല്പര്യമില്ല. അപ്പം നമ്മളിത് നാളെ എന്തായാലും ഭരത്തിനെ എല്ലാവരെയും കാണിച്ച് സർപ്രൈസ് ചെയ്യുന്നു. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ മഴ നനഞ്ഞ് വീട്ടിലെത്തിയിട്ട് കോലം കണ്ട നമ്മൾ നനഞ്ഞ് പൂപ്പാടിളകിയാണ്ട വാസ്കോയൊക്കെ വെയിലത്ത് വീണ കോഴിയൊക്കെ അല്ല, പക്ഷെ മഴയത്ത് ഇറക്കിയിട്ട കോഴിയെ പോലെ. അല്ലെങ്കിൽ അത് കറക്റ്റ് അതിന് ചേരുന്ന പേര്. അപ്പൊ എന്തായാലും നമ്മുടെ പ്ലേ ബട്ടൺ വന്നിട്ടുണ്ട്. നമ്മളത് അൺബോക്സ് ചെയ്ത് വെക്കും. പക്ഷെ അത് ഇപ്പൊ അത് വീഡിയോ എടുക്കുന്നില്ല അല്ലേ. നാളെ നമ്മൾ ഇത് ഭരത്തിനെ കൊടുത്ത് സർപ്രൈസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മുടെ പ്ലാൻ എന്തോന്നുള്ളത് നാളെ രാവിലെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. അത് കഴിഞ്ഞ് അംശുവിന് നാളെ ക്ലാസ് ഉണ്ട്. അംശുവിനും ഭരത്തിനും മാത്രമേ ഇത് അറിയാത്തുള്ളൂ. ജയലണ്ണനും ഉണ്ട്. ജയലണ്ണനെ നമുക്ക് വേറെ ചെയ്യാം, കടയിൽ പോയി ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും നാളെ ഭരത്തിന്റെ സർപ്രൈസ് ചെയ്യുന്നതായിരിക്കും നാളെ. അതായിരിക്കും നമ്മുടെ മെയിൻ വീഡിയോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പ്ലാൻ ഓൺ ആക്കുവാണ്. പ്ലാൻ ഈസ് ഓൺ. പൊട്ടിക്കാൻ പോവാണ്. നമ്മളിത് അൺബോക്സ് ചെയ്ത് നോക്കാൻ പോവാണ്. മഴയത്ത് നനഞ്ഞ് എടുത്തുകൊണ്ട് വന്ന സാധനം. വെട്ടമുണ്ടോ? എനിക്ക് ക്ഷമയില്ല, ഒട്ടും ക്ഷമയില്ല. എനിക്കിത് ഇപ്പൊ കാണണം. കൺഗ്രാറ്റുലേഷൻ എന്ന് പറഞ്ഞൊരു സാധനം അവർ തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളത് കാണിക്കുന്നതിന് മുമ്പ് നമുക്കൊരു ലെറ്റർ ഉണ്ട്. ഡു യു റിമെമ്പർ യുവർ ഫസ്റ്റ് സബ്സ്ക്രൈബർ യുവർ 100? എന്റെ ഫസ്റ്റ് സബ്സ്ക്രൈബർ ആരാന്ന് എനിക്ക് അറിഞ്ഞുകൂടാതെ ഏതോ ഒരു ഭാഗ്യവാനാണ്. ആരെങ്കിലും അങ്ങനെ കാണുന്നവരുണ്ടെങ്കിൽ ഇത് കമന്റ് ചെയ്യണം കേട്ടോ. എന്തായാലും നമുക്ക് ലെറ്റർ ഉണ്ട്. അടുത്ത സാധനമാണ് ഞാൻ സത്യം പറയട്ടെ, എനിക്ക് എന്റെ ജീവിതത്തിൽ എനിക്ക് ഇതുവരെ ഒരു അവാർഡ് പോലും കിട്ടിയിട്ടില്ല. അപ്പൊ ഇത് എനിക്കൊരു വാശിയായിരുന്നു. ഇതിങ്ങനെ നേടിയിട്ട് ഇതോ അവിടെ കൊണ്ട് ആണി അടിച്ചു വെക്കണം. അവിടെ ആ കുരി കണ്ടോ? ആ കുരി ഞായിട്ട് വെച്ചേക്കോ. ആ കുരി, ആ കുത്ത്, അവിടെ അടിച്ചു വെക്കണം എനിക്ക്. എല്ലാരും ഇവിടുന്ന് കേറി വരുമ്പോ ഇത് കാണണം, അങ്ങനെ വെക്കാൻ വേണ്ടിട്ട്. അപ്പൊ എന്റെ ആഗ്രഹം അനന്തു മനോജ് ഫോർ പാസിംഗ് 1 lakh സബ്സ്ക്രൈബേഴ്സ്. അപ്പൊ നാളെ നമ്മൾ ഇത് കൊണ്ട് ഭരത്തിനെയും കാണിച്ച് ബാക്കിയുള്ളവരെയൊക്കെ കാണിച്ച് സർപ്രൈസ് ചെയ്യുന്നതായിരിക്കും. കണ്ണപ്പൻ ഓൾറെഡി അറിയാം, ബാക്കി ആർക്കും അറിയത്തില്ല. അംശു കോളേജിൽ പോയിട്ട് വരുമ്പോൾ നമ്മൾ എന്തോരം കൊണ്ട് അവനെ കാണിച്ച് സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇന്നിപ്പോ ഇത്രേ ഉള്ളൂ. നാളെ നമ്മള് പ്ലാനും കൊണ്ട് വരുന്നതായിരിക്കും. ഓക്കെ. ഹായ് ഗൈസ്, അപ്പോൾ ഇന്നാണ് നമ്മളെ ഭരത്തിനെ സർപ്രൈസ് ചെയ്യാൻ പോകുന്ന ദിവസം. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് ട്രെൻഡായ ഒരു ഗെയിമുണ്ട്, എന്തോ ലെവൽ ഡെവിൽ. അപ്പോൾ ആ ഗെയിം കളിക്കാനാണെന്ന് ഞാൻ ഓൾറെഡി അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്.
ഓൾറെഡി അവൻ്റെ അടുത്ത് പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ആ ഗെയിം കളിക്കാൻ വേണ്ടി കൊണ്ടുവരും, നീ കളിക്കുന്നതിൻ്റെ റിയാക്ഷൻ എടുക്കാനാണ് എൻ്റെ പ്ലാൻ, എനിക്കൊരു വ്ളോഗ് എടുക്കണം എന്ന് ഞാൻ അവൻ്റെ അടുത്ത് ഇന്നലെ തന്നെ ഓൾറെഡി പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ചെന്നിട്ട് ഞാൻ പറയും വീഡിയോ എടുക്കേണ്ട കാര്യമുണ്ട്, അപ്പം ഞാൻ പറയും അതിൻ്റെ ഇൻട്രോ എടുത്ത് വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവനെ അവിടെ പിടിച്ചിരുത്തി, ഞാനും അവിടെ ഇരുന്ന് നീ വെളിയിൽ നിന്ന് എടുക്കണം, മനസ്സിലായോ? ആ കസാരയിൽ ഇരുന്നിട്ട് ആ ടേബിളിൽ ഞാൻ ഈ ബാഗ് വെക്കും, എന്നിട്ട് നീ അത് അവിടെ നിന്ന് വീഡിയോ എടുക്കണം. അപ്പോൾ ഇവനെ കൊണ്ട് ഞാൻ വീഡിയോ എടുപ്പിക്കും. അപ്പോൾ വെളിയിൽ നിന്ന് വീഡിയോ എടുക്കുമ്പം ഇവൻ്റെ അടുത്ത് ഞാൻ പറയാം അതെനിക്ക് ഇത് ഇൻട്രോ എടുക്കാനാ, അപ്പം നീ ബാഗ് തുറന്ന് ലാപ്പ് എടുക്കാൻ പറയും. അപ്പോൾ ഇവൻ ബാഗ് തുറന്ന് ലാപ്പ് എടുക്കാൻ പോകുമ്പോഴത്തേനും ഇവൻ ഈ സാധനം കാണുന്നു, സർപ്രൈസ് ആവുന്നു. ഇതാണ് എൻ്റെ പ്ലാൻ. ഗുഡ്. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറയാം ഗെയിം കളിക്കാനാ, ഇൻട്രോ എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ചെല്ലുവാ ഞാൻ ഇത് കണക്ക് ഹായ് ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് എൻ്റെ വ്ളോഗ് എടുക്കാൻ പോവാണ്, ഇതിനകത്ത് ഈ ഗെയിം കളിക്കാൻ പോവാണ്, ഭരത്ത് കളിച്ചിട്ട് അവന് റിയാക്ഷൻ എടുക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇൻട്രോ ഇടും. ഇൻട്രോ ഇട്ടിട്ട് അവൻ്റെ അടുത്ത് പറയാം ബാഗ് തുറന്ന് ലാപ്പ് എടുക്കാൻ പറയും. അവൻ ബാഗ് തുറക്കുമ്പോൾ ആദ്യം കാണുന്നത് ബാഗിനകത്ത് സാധനം ഇരിപ്പുണ്ട്. ആ ബാഗ് തുറന്നവൻ ആദ്യം കാണാൻ പോകുന്നത് നമ്മുടെ പ്ലേ ബട്ടനായിരിക്കും. അപ്പോൾ അവൻ്റെ റിയാക്ഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാം. അപ്പോൾ കണ്ണപ്പൻ ഓൾറെഡി പാണയത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ കണ്ണപ്പനെ വിളിച്ചുകൊണ്ടായിരിക്കും പോകുന്നത്. അംശു കോളേജിൽ പോയേക്കുവാണ്. ഞാൻ അംശുവിനെ വിളിച്ച് പറഞ്ഞു, അപ്പോൾ അവൻ പറഞ്ഞു കുഴപ്പമില്ല അണ്ണാന്ന് പറഞ്ഞു. എന്നാലും നമുക്ക് അവനെ വീഡിയോ കോൾ വിളിച്ച് സർപ്രൈസ് ചെയ്യാം. അവന്റെ അടുത്ത് പറഞ്ഞില്ലേ? അവൻ്റെ അടുത്ത് പറഞ്ഞടാ, എന്നാലും വീഡിയോ കോൾ വിളിക്കുമ്പോൾ സർപ്രൈസ് ആവുമല്ലോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ ജഗലാണന്റെ വീട്ടിലാണ് പോകുന്നത്. അവിടെ പോയി അങ്ങേരെ ഞാൻ അങ്ങ് ചെയ്തോളാം, പാടൊന്നുമില്ല. ചെറിയ കാര്യം മതി, പുള്ളിക്കാരി എന്തോ എക്സൈറ്റഡ് ആവും. പുള്ളി ഒരു പിഞ്ച് മനസ്സുള്ള ഒരു മനുഷ്യനാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും ചെറിയ കാര്യം കൊടുത്താൽ പുള്ളിക്ക് രോമാഞ്ചമൊക്കെ വരും. നിങ്ങൾ നോക്കിക്കോ, ഈ വീഡിയോയിൽ ഞാൻ ഇത് കാണിച്ചാൽ പുള്ളിക്ക് രോമാഞ്ചം വരും. ഞാൻ ഒപ്പിട്ട് തരാം. ഓക്കെ, അപ്പം നമ്മൾ നേരെ ഭരത്തിന്റെ വീട്ടിൽ പോകുന്നു, അവനെ സർപ്രൈസ് ചെയ്യുന്നു. ഓക്കെ, ഇതപ്പം നമ്മളങ്ങനെ പാണയത്ത് എത്തിയിരിക്കുകയാണ്. പാണയത്ത് നമ്മളെ കണ്ണപ്പന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. കണ്ണപ്പൻ അതാ വരുന്നു. ഗൈസ്, കണ്ണപ്പൻ എത്തിയിരിക്കുകയാണ്. കണ്ണപ്പൻ എന്താ പറയാനുള്ളത്? നമുക്ക് പോയി 135 പറ്റിക്കാം, സർപ്രൈസ് ചെയ്യാം. ഒരു തംസപ്പ്. ഓക്കെ അല്ലേ? ഓക്കെ ഗൈസ്, അപ്പം ആ ലെവൽ ഡെവിൽ എന്ന് പറഞ്ഞ ഗെയിം ഞാൻ ഭരത്തിനെ കൊണ്ട് കളിപ്പിക്കാൻ പോവാണ്. എന്നിട്ട് അവന്റെ റിയാക്ഷൻ നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പൊ ഭരത്ത് ബാഗ് തുറന്ന് ലാപ്ടോപ്പ് എടുത്ത് ലാപ്ടോപ്പില് ഗെയിം ഓൺ ആക്കിയിട്ട് നിങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, എടുക്കണം. വിചാരിച്ചെന്ന് പറയല്ലേ? ഇന്ന് വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരുന്നപ്പോ ഞാൻ അവന് പ്ലേ ബട്ടൺ വന്നില്ലല്ലേ. സർപ്രൈസ് ആയി. ഇങ്ങോട്ടൊന്ന് നോക്ക് നോക്ക്. ബ്ലാക്ക് ഡെവലിന്റെ മറ്റേ ഗെയിം കളിക്കാന്ന് പറഞ്ഞത് എങ്ങനെയുണ്ട്? സർപ്രൈസ് ആയോ? ഞാൻ വിചാരിച്ചേ സത്യമായിട്ടും ഞാൻ പറയാല്ല, ഞാൻ ഇന്നത് എഡിറ്റ് ചെയ്തിട്ടെന്ന് വിചാരിച്ചു. പ്ലേ ബട്ടൺ വന്നില്ലല്ലേ. നീ അതിന്റെ കാര്യം ഒന്നും പറഞ്ഞതുമില്ല, അതിന്റെ കാര്യം ഒന്നും പറഞ്ഞതുമില്ല. ഇത് വലിയൊരു പ്ലാൻ ആയിരുന്നു. എന്റെ പ്ലാനില് വാസ്കോയും കണ്ണപ്പനും എന്റെ കൂടെ നിന്നു. രണ്ടാമത്തെ പ്ലേ ബട്ടൺ ഫാമിലി എങ്ങനെയുണ്ട്? ഇത് സർപ്രൈസ് ആയോ? സർപ്രൈസ് ആയോ? അടുത്ത ഗോൾഡൻ ബട്ടൺ, ഡയമണ്ട് ബട്ടൺ. എന്താ പറയാനുള്ളത്? നല്ല സർപ്രൈസ് ആയി. ഞാൻ സത്യമായിട്ട് ഇന്ന് ഞാൻ രാവിലെ വിചാരിച്ചു, സത്യമായിട്ട് ഞാൻ വിചാരിച്ചത് എഡിറ്റ് ചെയ്തോണ്ട് വിചാരിച്ചു പ്ലേ ബട്ടൺ വന്നില്ല. നീ അപ്ലൈ ചെയ്ത ആരും ഒന്നും പറഞ്ഞതും ഇല്ല. ഇത് വരുന്ന ഡേറ്റ് ഞാൻ അറിയില്ല, എങ്ങനെയാലും 1 മാസത്തോളം ആയി. എനിക്കിത് വരുന്ന ഇങ്ങനെ വിചാരിച്ചു. ഇത് ഇന്ന് എന്തായാലും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നീ ഇതുകൊണ്ട് വരുമെന്ന്. ഞാൻ ലാപ്ടോപ്പ് എടുക്കാൻ പറഞ്ഞില്ലേ. അടുത്ത ജഗലണ്ണനെ അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഇതേപോലെ തന്നെ ഞാൻ ബാഗ് ഇട്ടുകൊണ്ട് ജഗലണ്ണന്റെ വീട്ടിൽ പോകും. എന്നിട്ട് പറയാം, ജഗലണ്ണ നിങ്ങൾക്ക് ഞാൻ സർപ്രൈസ് ആയിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ബാഗില്ല. നിങ്ങൾ പറയാം ആ ബാഗ് പറഞ്ഞ് ലാപ്ടോപ്പ് എടുത്ത് ആ വെബ്സൈറ്റ് കണ്ടിട്ട് നിങ്ങളുടെ എക്സൈറ്റ്മെന്റ് കാണിക്കാൻ. വീഡിയോ എഡിറ്റ് അല്ല, ഇതേപോലെ ഇയാള് ബാഗ് തുറന്ന് ലാപ്ടോപ്പ് കെണിയും വെച്ചേക്ക് ഇന്നലെ ഒരു കുക്കിട്ട് കൊടുത്തായിരുന്നു. ഗൈസ്, അപ്പൊ നമ്മള് ഭരത്തിനെയൊക്കെ സർപ്രൈസ് ചെയ്തു. ഭരത്ത് സർപ്രൈസ് ആയോ കണ്ണപ്പ? ഭയങ്കര സർപ്രൈസ് ആയി. നമ്മൾ ഈ അവസരത്തിൽ അംശുവിനെ മിസ് ചെയ്യുന്നു. അല്ല, അംശു കോളേജിൽ പോയി. കുറച്ചുകൂടെ നമ്മുടെ കോറം തികഞ്ഞ് നമ്മുടെ പയ്യന്മാരെല്ലാം ആയി. നമുക്ക് കുറച്ചുകൂടെ ഇതാക്കായിരുന്നു. അംശുവിനെ സർപ്രൈസ് ആക്കായിരുന്നു. പോകാൻ പറ്റിയ സ്ഥിതി ഉണ്ടാവും പോയത്. 2 ആഴ്ച പോയില്ല. അപ്പൊ അംശുവിന് വേണ്ടി നമുക്ക് മൗനം ആചരിക്കാം. 5 മിനിറ്റ് മൗനം. അപ്പൊ # അംശു എന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം. അംശു. ഓക്കെ, ഓക്കെ. അംശു ഇത് കാണുന്നുണ്ടെങ്കിൽ അംശു ലൈക്ക് ചെയ്യുക. ഇത് നിങ്ങൾ ഗീവ് ആയിട്ട് 3 പേർക്ക് ഷെയർ ചെയ്യുക. എന്തിനാ?
അങ്ങനൊന്നും ഇല്ല. ഓക്കെ ഗൈസ്, ഇതാണ് 135. സർപ്രൈസ് ആയോ? സർപ്രൈസ് ആയി. ആയോ? ശരിക്കും ആയോ? പോടാ, കള്ളം പറയാം. സർപ്രൈസ് ആയി. നീ പിന്നെ വിചാരിച്ചെന്ന് പറഞ്ഞ്? ഇവിടെ വിചാരിച്ചെന്ന് വെച്ചാ പ്ലേ ബട്ടൺ വന്നില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ നീ ഇങ്ങനെ എടുത്തോണ്ട് വന്ന് ഇവിടെ കൊണ്ടുവരുമെന്ന് വിചാരിച്ചില്ലല്ലോ. ഇല്ലല്ലേ. ലേറ്റ് ആയ കാണുമെന്ന്. സത്യത്തിൽ ഞാൻ വിചാരിച്ചു, നമ്മള് നോർമലി നമ്മളിപ്പോ എടുക്കുന്നതാണല്ലോ, അതില് നമുക്കൊരു ഇതില്ലല്ലോ, ഒന്നും എടുക്കുന്നു വരുന്നു. അപ്പൊ ഞാൻ അതിലെന്തേലും ഒരു കൊണ്ടുവരാന്ന് വിചാരിച്ചിട്ട് നിനക്ക് വളരെ വ്യത്യസ്തമായിട്ടുണ്ട്. സർപ്രൈസ് ആക്കാം. അടുത്തത് നമുക്ക് ജയലണ്ണനെ സർപ്രൈസ് ആക്കണം. ജയലണ്ണ സർപ്രൈസ് ആവും. ചിലപ്പോ അയാള് സർപ്രൈസ് ആവില്ല, അഭിനയിക്കും. രോമാഞ്ചമൊക്കെ വരും എന്തായാലും വരുമല്ലേ, ആവശ്യമില്ലാതൊക്കെ വരും. അപ്പൊ നമുക്ക് അടുത്തത് ജയലണ്ണനെ സർപ്രൈസ് ചെയ്യാം. ഗൈസ്, നമ്മളപ്പനെ ജയലണ്ണന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് പുള്ളിയെ സർപ്രൈസ് ചെയ്യാം. സർപ്രൈസ് ആവുകയുള്ളു. നീ പറയാവോ? ആവാൻ വഴിയുണ്ട്. ഉണ്ട്, നമുക്ക് നോക്കാം. ഗൈസ്, നമ്മൾ ജയലണ്ണന്റെ കടക്ക് ഒരു വെബ്സൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ സർപ്രൈസ് ആയിട്ട് ജയലണ്ണനെ കാണിച്ച് റിയാക്ഷൻ എടുക്കാൻ. അതെന്തോ അറിയാത്ത ഞാൻ. ഓക്കെ, നമുക്ക് ജയലണ്ണനെ കാണിച്ച് ഇന്നലെ താമ ഇന്നലെ രാത്രി മേടിച്ച് ഇതെല്ലാം പൊളിച്ച് ഫുള്ള് പൊളിച്ചെടുത്ത്. ഇതാരാ വിളിക്കുന്നേ? ഇത് തുറക്കും. ഹായ് ഉണ്ണി. അമ്മാളും കൂടെ നിന്നോ, വ്ളോഗിനകത്ത് കാണിക്കാം ഉണ്ണി. എടാ ഇത് എടുത്തോളെ. എടുത്തോ. ഇത് തുറന്ന് സാധനം എടുക്കും. വീഡിയോ എടുക്കട്ടെ. അമ്മാളും കല്ലുവാക്ക ഇതിനകത്തോ തുറന്ന് ലാപ്ടോപ്പ് എടുക്കും. അയ്യോ അയ്യോ, നീ പറഞ്ഞില്ലല്ലേ. വന്നോ? പറഞ്ഞില്ല എന്റെ അടുത്ത്. അയ്യോ, പറഞ്ഞില്ല. അനന്താവിനെ കിട്ടിയത് ഒരുപാട്. കൺഗ്രാറ്റ്സ് അനന്തെന്ന് പറഞ്ഞേ. കൺഗ്രാറ്റ്സ് എന്ന് പറ. അനന്തിന്റെ അടുത്ത് കൺഗ്രാറ്റ്സ് പറ. അനന്ത് കൊള്ളാന്ന് പറ. അനന്ത് കൊള്ളാന്ന് പറ. ഇങ്ങോട്ട് തിരിച്ചാണ്. തിരിച്ചാണേ. ഇങ്ങനെ കാണിച്ച്, ഇങ്ങനെ കാണിച്ച്. ഓക്കെ ഗൈസ്, ജഗനണ്ണനും അങ്ങനെ സർപ്രൈസ് ആയിട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ ജഗനണ്ണൻ രോമാഞ്ചം വരുമെന്ന്. അത് ഇയാൾക്ക് ആവശ്യമില്ലാതൊക്കെ വരും. അതെ അതെ. ഇനി 2 വാക്ക് ജഗനണ്ണൻ പറയുന്നത്. ഇത് നമ്മുടെ വിജയം. എന്റെ ചെറുക്കൻ കഷ്ടപ്പെട്ട മുടി മുറിച്ച് നമ്മുടെ ഫാമിലിയുടെ രണ്ടാമത്തെ വിജയം. താങ്ക് യു ഓൾ. ഈ അവസരത്തിൽ എന്താ പറയാനുള്ളത്? വളരെയധികം സന്തോഷമുണ്ട് അനന്തോന് ഇങ്ങനെ ഒരു വിജയം കിട്ടിയതില്. അവൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇത് അവന് കിട്ടിയത്. അവൻ ഇനിയും ഉയരങ്ങളിലെത്തും. അമ്മാളുവിന്റെ ഡെബ്യൂ വീഡിയോയിലാണ് എന്റെ ചാനലിൽ ക്ലിക്ക് ആയത് അല്ലേ? അമ്മാളുവിന്റെ ഫസ്റ്റ് വീഡിയോ എന്റെ ചാനലിലായിരുന്നു. അത് വെച്ചിട്ടാണ് ചാനൽ റീച്ച് ആയത്. സബ്സ്ക്രൈബർ അതിൽ നിന്ന് ഒരു 3000-4000 സബ്സ്ക്രൈബേഴ്സ് കേറിയിട്ടുണ്ട്. അമ്മാള് ഫസ്റ്റ് അഭിനയിച്ച വീഡിയോ എന്റെ ചാനലായിരുന്നു. സത്യല്ലേ? അമ്മാളുമാണ് ചാനലിൽ ഐശ്വര്യം. ഈ പ്ലേബട്ട് അമ്മാളെ ഇല്ല ഇല്ല. എല്ലാരും അനന്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ. അന്തുവിന്റെ ചാനലിൽ ക്ലിക്ക് ചെയ്യാൻ പറ. അന്തുവിന്റെ ചാനലിൽ ക്ലിക്ക് ഞെക്കാൻ പറ. എല്ലാരും ബെല്ലടിക്കണം കേട്ടോ. കിട്ടിയായിരുന്നു. അത് കാണിച്ച് ഇത് അനന്ത് പറഞ്ഞില്ലല്ലേ. ഞാൻ സർപ്രൈസ് അങ്ങനെയുണ്ട്. സന്തോഷമായി. നല്ല കാര്യം. രാവിലെ കോളേജിൽ പോയ അംശു തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മൾ അംശുവിന് പ്ലേ ബട്ടൺ കൊടുക്കാൻ പോകുന്നു. അംശു ശരി. ഇത് ഇതിന്റെ ചെലവെല്ലാം കൂടി ഞാൻ എങ്ങനെ തിന്ന് തീർക്കുമോ എന്തോ. ഈ ചെലവ് ഏതോ റൂപ്പാട് വരത്തില്ല കൈസ്. നമുക്ക് ഇനി അടുത്തത് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകും. ഓക്കെ, അംശു അൺബോക്സ് ചെയ്യാൻ പോവാണ്. 4-5 കൊറേ പേര് അൺബോക്സ് ചെയ്തു. അടുത്ത അൺബോക്സിംഗ് ആയി.
സർട്ടിഫിക്കറ്റ്. ഐഫോൺ എടുക്കുന്ന അതല്ലേ വീട്ടിൽ അങ്ങനെ അംശവും ആദ്യം വന്ന പ്ലേ ബട്ടൺ അത്ര ഇല്ലല്ലേ. അത്ര ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലെങ്കിലും അംശു അന്തം വിട്ടു. അല്ല അംശുവിനെ ഞാൻ സർപ്രൈസ് ആക്കാൻ ഇരുന്നായിരുന്നു. അത് അംശു കോളേജിൽ പോയതുകൊണ്ട് മണ്ടായിരുന്നു. വിളിച്ചാ മതിയായിരുന്നു വീഡിയോ കോള്. നീ കോളേജിൽ ഏത് സമയത്താ? അപ്പൊ രാവിലെ വീഡിയോ കോൾ ചെയ്യാൻ പറ്റുമോ? 10 മണി സമയത്ത്? ഇല്ല, എപ്പോഴും ചെയ്താ പോരെ. 12:30 എന്തായാലും ചോറിനെ ഇറങ്ങുക. ശരിയായിരുന്നു. ഇവർക്കൊന്നും അറിയത്തില്ല guys. എന്നെ ഇല്ലാതെ ഇവര് അനന്ത് മനോജ് എന്ന യൂട്യൂബ് ചാനലിന്റെ സാധനം അൺബോക്സ് ചെയ്തു. അങ്ങനെ ഞാനിത് വെക്കുകയാണ്. ഗൈസ്, അപ്പൊ നമ്മൾ എല്ലാരെയും പ്ലേ ബട്ടൺ കാണിച്ച് ഭരത്തിനെ സർപ്രൈസ് ചെയ്ത്, ജയലാലനെ സർപ്രൈസ് ചെയ്ത്, അംശുവിന് സർപ്രൈസ് ആയില്ല. എന്നാലും അംശു സർപ്രൈസ് ആയി. ഓൾറെഡി ഐ നോ ദാറ്റ്. അംശു സർപ്രൈസ് ആവ്. അയ്യോ അംശു സർപ്രൈസ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇവിടെ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാരോടും താങ്ക് യു. ടാറ്റാ.